വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ മേജർ ന്യൂസ്. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു പക്ഷേ അൽ ഹിലാലിലേക്ക് പോയേക്കും. ഇന്നിപ്പോൾ ഒത്തിരി ജേർണലിസ്റ്റുകൾ ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോറി വിറ്റ്വെല് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ഈ ഒരു ഓഫർ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 80 മില്യൺ പൗണ്ട് പേ ചെയ്യാനായിട്ട് അൽ ഹിലാൽ റെഡിയാണെന്നുള്ള രീതിയിൽ അവർ പുള്ളിക്കാരൻ ലോറി വിറ്റ്വെൽ റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം വേറെയും ഒത്തിരി ജേർണലിസ്റ്റുകൾ ഈ കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വന്നൊരു വാർത്തയാണ് ബ്രൂണോയുടെ ഏജൻറ്റ് ഓൾറെഡി സൗദിയിലുണ്ട് അൽ ഹിലാലുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഓൾറെഡി ഒരു 72 മണിക്കൂറിൻ്റെ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ അത് ഇന്നലെയായിരുന്നു അവസാനിച്ചത്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ അവിടെ ചെന്നിരുന്നു. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോസിറ്റീവ് ടോക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ലോറി വിറ്റ്വെല്ലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ലോറി വിറ്റ്വെല്ലൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ക്ലബിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ ആണെന്നുള്ളതാണ്. അത് വേറെ രീതിയിൽ നമുക്ക് വായിക്കാം. അൽ ഹിലാലിൻ്റെ ഈ ഓഫർ യുണൈറ്റഡും കൺസിഡർ ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വേണമെങ്കിലും നമുക്ക് വായിക്കാം. അപ്പോൾ മേ ബി ഒരു പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അവസാന മത്സരമായിരിക്കാം ഒരു പക്ഷേ ഇന്ന്. ഇപ്പോൾ ഹോങ്കോങ് ആയിട്ടൊരു കളി നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാനതൊന്ന് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ എനിവേ അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന് നമ്മൾ 80 മില്യണോ മേ ബി ഒരു 100 മില്യൺ വരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടണം. കാരണം വേറെ ക്ലബിലേക്കൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ പ്ലെയേഴ്സിന് നല്ല വിലയ്ക്കാണ് സൗദി മേടിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് പ്ലെയറായിട്ട് കൺസിഡർ ചെയ്യുന്ന പ്ലെയർ മാത്രമല്ല, പ്രീമിയർ ലീഗിലെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്ലെയർ. അപ്പോൾ അങ്ങനെ യുണൈറ്റഡിലെ സ്റ്റാർ മാൻ, നിലവിലെ 15ാം സ്ഥാനത്തുള്ള യുണൈറ്റഡിലെ സ്റ്റാർ മാൻ എന്ന് പറയുന്നത് ബ്രൂണോയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയറെ മേടിക്കുമ്പോൾ ഒരു 100 മില്യണൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ മുമ്പും ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ വരികയാണെങ്കിൽ ബ്രൂണോനെ കൊടുക്കുക എന്നുള്ളതാണ്. ആ പൈസ വെച്ച് ബുദ്ധിപരമായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ക്ലബിൻ്റെ ബോർഡ് റീഇൻവെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു ചോദ്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രൂണോ 31 വയസ്സാകുന്നൊരു പ്ലെയറാണ്. ഈ വർഷം 31 വയസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബ്രൂണോനെ വിറ്റിട്ട് അതുകൊണ്ട് നമ്മൾ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ബ്രൂണോനെ വച്ചുകൊണ്ടിരുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബ്രൂണോ നമുക്ക് വേണ്ടി ഈ സീസണിൽ ബെസ്റ്റ് പ്ലെയർ ബ്രൂണോ ആയിരുന്നു, കൂടുതൽ ഗോൾ അടിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ടേബിൾസ് ഡോൺ ലൈ. നമ്മൾ 15ാം സ്ഥാനത്താണ്, പൊട്ടൻഷ്യലി 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ട ഒരു ടീമായിരുന്നു. അതുപോലെ തന്നെ യൂറോപ്പ ലീഗിൽ ഫൈനലിലും പൊട്ടി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനിൽ നിന്ന് തന്നെ മാറട്ടെ. അങ്ങനെയാണ് എനിക്ക് ഈ കാര്യത്തിലേക്ക് വന്നപ്പോൾ തോന്നിയത്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമ്മർ പ്ലാനിങ്ങിനെ പറ്റി ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ലെഫ്റ്റ് സൈഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കുണ്ണിയാനെ കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് എംബുവമേനെ നോക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വേറെയും പ്ലെയേഴ്സിനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ എംബുവമയുടെ കാര്യത്തിലേക്കും പറയാം. ഇപ്പോൾ എംബുവമയ്ക്ക് വേണ്ടി മെയിനായിട്ട് നോക്കുന്നത് ന്യൂ കാസിലാണ്. അപ്പോൾ പ്ലെയറിന് അങ്ങോട്ട് പോകാനാണ്, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലുള്ളതൊക്കെ കൊണ്ട് തന്നെ അങ്ങോട്ട് പോകാനാണ് ഒരു ചായ്വ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ എംബുവമയുടെ കേസ് അവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും പിന്നെ ഫ്രണ്ടിലൊരു സ്ട്രൈക്കർ, ഇതായിരിക്കുമല്ലോ നമ്മൾ ഫ്രണ്ട് 3 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രൂണോനെ നമ്മൾ എവിടെ കളിപ്പിക്കും? ബ്രൂണോനെ കളിപ്പിക്കാൻ ബ്രൂണോനെ എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്യും. കാരണം ബ്രൂണോ അത്രയും അടിപൊളി ഇഞ്ചുറി റെക്കോർഡുള്ള പ്ലെയറാണ്. പുള്ളി അവൈലബിൾ ആണെങ്കിൽ പുള്ളീനെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രൂണോനെ പിന്നെ അവിടെ കളിപ്പിക്കും, സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിപ്പിക്കും. സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ഫീൽഡിൽ എക്സ്പോസ് ആവുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബ്രൂണോനെ ആ റോളിൽ നമുക്ക് ഒരിക്കലും കളിപ്പിക്കാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ അങ്ങനെയാണ്, അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല, ഫ്രീ ഫ്ലോട്ട് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ പിന്നെ കൂടെ കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആരാണോ അയാൾ എങ്ങനെയാണ് എക്സ്പോസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലേക്കുള്ള സ്ക്വാഡ് ബിൽഡിങ്ങിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴും ബ്രൂണോനെ പ്രത്യേകിച്ച് പിടിച്ചു നിർത്തിയിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള ഒപ്പീനിയൻ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ബ്രൂണോനെ നിർത്തുകയാണ്. അതുപോലെ തന്നെ 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സും വരണം. പിന്നെ മാത്രമല്ല മൗണ്ട് ഉണ്ട്, അമാദിന് അവിടെ കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എവിടെ കളിപ്പിക്കും എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടിടുക. എനിക്ക് തോന്നുന്ന ഒരു 70% പുള്ളിക്കാരൻ പോകുന്നുള്ള രീതിയിലാണ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. അൽ ഹിലാൽ അവർ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും വേഗം ഈ ഡീൽ നടത്തണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇപ്പം എന്തായാലും മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ, ഗോയ്ക്കീറസിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്ട്രൈക്കറായിട്ട് നോക്കിക്കൊണ്ടിരുന്ന പ്ലെയർ ഡിലാപ്പ് ആയിരുന്നു. ഡിലാപ്പ് ചെൽസിയിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ആൾട്ടർനേറ്റീവായിട്ട് ആരെ നോക്കും? ഇപ്പോൾ ഒന്ന് മറ്റേത് ഗോയ്ക്കീറസ് ആണ്. ഇപ്പോൾ ഗോയ്ക്കീറസിലേക്ക് വരുമ്പോൾ ഒരു പോസിബിലിറ്റി ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്ലബ്ബുകൾ സൈൻ ചെയ്യുന്നത്
ഗോയ്ക്കീറസിനെ അല്ല. ഇപ്പോൾ ആഴ്സണൽ അവർ മെയിനായിട്ട് നോക്കുന്ന സെസ്കോനെയാണ്. അവർ 80 മില്യൺ സെസ്കോയിൽ മുടക്കാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഴ്സണൽ പിന്നെ ഗോയ്ക്കീറസിനെ നോക്കില്ല. പിന്നെ ഈ പറയുന്ന പോലെ ചെൽസിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ചെൽസി ആയിട്ടും പ്ലറ്റൻബർഗ് ഒക്കെ പറയുന്ന ചെൽസിക്ക് അക്കിറ്റിക്കാനാണ് താല്പര്യം. മാത്രമല്ല ഗോയ്ക്കീറസ് 27 വയസ്സാകുന്ന ഒരു പ്ലെയറാണ്. ചെൽസിയുടെ ട്രാൻസ്ഫർ പോളിസി വെച്ച് അവർ 25 വയസ്സിന് താഴെയുള്ള പ്ലെയേഴ്സിനെയാണ് കൂടുതൽ നോക്കുന്നത്. പിന്നെ ലിവർപൂളായിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ലിങ്ക് വരുന്നില്ല. പിന്നെ ബാർസലോണയ്ക്കാണ് പൊട്ടൻഷ്യൽ ഒരു സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ ബാർസലോണയായിട്ടും കാര്യമായിട്ട് ഇപ്പോൾ ലിങ്കൊന്നും വരുന്നില്ല. മേ ബി വരും ദിവസങ്ങളിൽ ഡെവലപ്പ് എല്ലാം ആയാലുള്ളൂ. പക്ഷേ അവർ ഈ പറയുന്ന പോലെ നമ്മുടെ മാർക്കസ് റാഷ്ഫോർഡിനെയാണ് നോക്കുന്നത് എന്നുള്ള തരത്തിലും പറയുന്നത്. അപ്പോൾ ഗോയ്ക്കീറസ് ആയിട്ട് കാര്യമായിട്ടുള്ള ലിങ്കുകളൊന്നും വേറെ ക്ലബ്ബുകൾക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വേറെ ക്ലബ്ബുകൾക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ റണ്ണുണ്ട്. അപ്പോൾ പക്ഷേ അവിടെ വരുന്നൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, വേറെ ക്ലബ്ബുകൾക്ക് അത്ര താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ ട്രാപ്പ് ഉണ്ടോ ചതി ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം സ്പോർട്ടിങ്ങിൻ്റെ ഒപ്പം ഇങ്ങനെയൊക്കെ ഗോളുകൾ അടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ശരിക്കും പ്രീമിയർ ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ അത് അങ്ങനെ ആവണമെന്നില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. ഇപ്പോൾ ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്. അതുപോലെ തന്നെ മേ ബി ഒരു പക്ഷേ വേറെ ക്ലബ്ബുകൾ നോക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒത്തിരി വിങ്ങിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നൊരു പ്ലെയറാണ്. അതിൻ്റെ ഒരു കാര്യം ഉണ്ടാവാം. സോ സംതിങ് ഫിഷി അബൌട്ട് ദിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോയ്ക്കീറസിൻ്റെ കാര്യത്തിൽ വേറെ ക്ലബ്ബുകളൊന്നും അത്ര കാര്യമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ വേറെ ക്ലബ്ബുകളൊന്നും മേടിക്കാതിരിക്കുന്നൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗോയ്ക്കീറസ് നമ്മുടെ അടുത്തേക്ക് വരും, നമ്മളൊരു നല്ല സാലറി പാക്കേജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനകത്തൊരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുണ്ണിയും ഗോയ്ക്കീറസ് ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ അവർ തമ്മിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഗോയ്ക്കീറസിനോട് വിങ്ങിലേക്ക് പോകാം, കുണ്ണിക്ക് വേണ്ടി സെൻട്രലി വരാം. അപ്പം അങ്ങനെ ഒരു ഗെയിം വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.